ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ സിജോയുടെ അവസ്ഥ എന്താണ്? മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. സിജോയ്ക്കാണെങ്കിൽ ആശങ്കയുണ്ടായിരുന്നു, തിരിച്ചു വരാൻ പറ്റാതെ വരുമോ, എങ്ങനെയാണ്. നല്ലൊരു മത്സരാർത്ഥിയാണ്, അതുപോലെ കളിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഞങ്ങളുടെ ആഗ്രഹം അതാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താണെന്ന് നമുക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. അപ്പോൾ സിജോയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ന് സിജോയെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ സമ്മതിക്കില്ല, പ്രോട്ടോകോൾ അനുസരിച്ച് അവർ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഒരു മോറൽ സപ്പോർട്ട് എന്ന പോലെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ പേരും വിനു എന്നാണ് പേര്. വിനു ഹബ്ബ് എന്ന് പറയുന്ന ചാനൽ, വിനൂസ് ഹബ്ബ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയും കൂടെയാണ്. പുള്ളിയുടെ ചാനലിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് റോക്കിക്കുള്ള മറുപടി പുള്ളി ശരിക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിലാണേലും ആൾക്കാർ എഴുതുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒരു നല്ല സുഹൃത്തിനെ സിജോയ്ക്ക് കിട്ടിയത് വളരെ നല്ല കാര്യം. അത് ശരി തന്നെയാണ് കേട്ടോ. പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഫുൾ സപ്പോർട്ടാണ്. നമുക്കൊരു സുഹൃത്ത് എപ്പോഴും ആപത്ത് കാലത്തിൽ ആരാണോ നമ്മളെ സഹായിക്കുന്നത് അവരാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിനു എന്ന് പറഞ്ഞ ആൾ അങ്ങനത്തെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ പുള്ളിയുടെ വാക്കുകളൊന്ന് കേൾപ്പിക്കാൻ നിങ്ങൾക്കൊരു ആശ്വാസമാക്കാൻ വേണ്ടി. ഓക്കെ, കേട്ടു നോക്കാം. സോ ബാൻഡ് മീൻസ് ഈ വായ അധികം എപ്പോഴും സംസാരിച്ച് കഴിഞ്ഞാൽ അത് വേദന ആവാതിരിക്കാനും ബ്ലീഡിങ് വരാതിരിക്കാനും ഒരു ചെറിയൊരു ബാൻഡ് ഇട്ടിട്ടുണ്ട്. അത് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ്. ആ ബാൻഡ് 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് എടുത്ത് മാറ്റുകയും പിന്നീട് പൂർവ്വ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു സാധ്യത ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ മാക്സിമം കെയർ അവിടെ നൽകുന്നത്. സോ ഒരു ചെറിയൊരു സർജറി ആയിരുന്നു. ചെറിയ സർജറി, ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് സർജറി എന്നോ മാക്സോഫേഷ്യൽ സർജറി എന്നൊക്കെ പറയാവുന്ന ഒരു ചെറിയൊരു സർജറിയാണ് ചെയ്തത്. ആ സർജറി വളരെ സക്സസ്ഫുൾ ആയിരുന്നു. സിജോയ്ക്ക് സംസാരിക്കാം, നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ പ്രൊട്ടക്റ്റഡ് ആണ്. വാ മൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സോ ഒരു പുതിയ മുഖമായി, പുതിയൊരു എന്താ പറയുക കാഴ്ചപ്പാടുമായി ഉറപ്പായിട്ടും നമ്മുടെ എല്ലാം സ്വന്തം സ്നേഹമുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന സിജോ തിരിച്ചു വരും എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് തിരിച്ചുപയോഗിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈസ്റ്ററിൻ്റെ അന്ന് സിജോയെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രം പറയുന്നു. സോ അടുത്ത അപ്ഡേറ്റ് പറഞ്ഞാൽ വരാം. ഒരു മൈനർ ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി നമ്മുടെ ഈ ഭാഗത്ത് തന്നെയായിരുന്നു, പക്ഷേ ഇതിനകത്താണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുറത്ത് സ്കാറൊന്നും വരാത്ത രീതിയിൽ വളരെ എഫിഷ്യൻ്റായിട്ട്, എഫക്റ്റീവായിട്ടാണ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തത്. ആ സർജറി കഴിഞ്ഞു. ഇപ്പോൾ സിജോ വളരെ സുഖമായിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരാളെ സിജോയെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. കാരണം പ്രോട്ടോകോൾ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ കൂടെ ഒരാളുണ്ടാവും, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും പറയാനോ ഒന്നും പറ്റില്ല. കാണാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മോറൽ സപ്പോർട്ട്, നമ്മളെ ആരെങ്കിലും കാണുമ്പോൾ കിട്ടുന്നൊരു മോറൽ സപ്പോർട്ട് ഭയങ്കരമാണ്. ആ ഒരു മോറൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ പോകേണ്ടി വന്നത്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. വളരെ പ്രൊട്ടക്ഷനും വളരെ നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. സോ സിജോ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന, സിജോയെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയൊരു ആശ്വാസമായിട്ടുള്ള വാർത്തയാണ്. സിജോ ഉറപ്പായിട്ടും തിരിച്ചു വരും. അത് നാളെ വരും, മറ്റന്നാൾ വരും എന്നുള്ളതല്ല. ഈ ഒരു ആഴ്ചകളിൽ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എനിക്കൊരു കറക്റ്റ് ഡേറ്റ് പറയാനായിട്ട് അതിനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ 100% 100% ഉറപ്പാണ്. അതിലൊരു ശതമാനം പോലും ഞാൻ പിന്നോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ അടുത്ത പുള്ളി റോക്കിയെ പറ്റിയും റോക്കിയുടെ ഇടിയെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഋഷിക്കെട്ടോ അത് മറ്റൊരാൾക്കെട്ടോ ആണ് കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. അത് ഋഷി തന്നെ അവിടെ പറയുന്നുണ്ട്, അയ്യോ മുഷ്ടി ചുരുട്ടി മുഖത്തിടിക്കുന്നതാണെന്ന് ഇവരാരും കണ്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. ഓരോരുത്തർ ഓരോ വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. 2 പേരും വഴക്കുണ്ടാക്കുന്നു, അതവിടെ നടന്നോട്ടെ. അൻസിബയാണ് പാത്രം കന്നു, ഋഷി വേറെ എവിടെയോ. അവസാനം കൂടിയിരുന്ന സംഭവം നടക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ഋഷിയും അൻസിബൻ ചോദിക്കുമ്പോൾ ജാൻമണി പറയും മുഷ്ടി ചുരുട്ടി മുഖത്തിലിട്ടിടിച്ചാണ്, താടിയെല്ലിനിട്ടിടിച്ചാണെന്ന് പറയും. അയ്യോ, താടിയെല്ലിനിട്ടിടിച്ച ഒച്ചയാണ് ആ കേട്ടത്, അത്രയും വലിയ ഒച്ച എന്ന് ഋഷി ചോദിക്കും. എന്നിട്ട് ഋഷി പറയും, അയ്യോ എന്നിട്ട് സിജോ ഒന്നും മിണ്ടിയില്ലല്ലോ, ഭയങ്കര സൗണ്ടാണല്ലോ കേട്ടെ, അയ്യോ ഞാനാണ് എൻ്റെ തല തകർന്നു പോയേന്ന്. അപ്പം ഇപ്പം പുള്ളി ഇതിനെപ്പറ്റി, വിനു എന്ന് പറഞ്ഞ ആൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പം പുള്ളി ഇതേപ്പറ്റി ഇപ്പം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. റോക്കിയെ പറ്റി പുള്ളി പറയുന്നു. സംഭവം നടന്നത് ഒരു വ്യക്തിക്ക് മനഃപൂർവ്വം ആയിട്ട് ഒരാളെ ഉപദ്രവിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ മാത്രം ചെയ്തൊരു സംഭവമാണ്. ഒരു സംശയമില്ല. കാരണം ഒരു സാധാരണ ഇപ്പം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് തന്നെ കുറേ ആളുകളുടെ ഒരു ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ ഋഷി എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും സ്ത്രീകളാണ്. സ്ത്രീകളെ അങ്ങനെ ആക്രമിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഋഷിയെ പോലെ ഒരാളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അയാൾ വല്ല ബ്രെയിൻ ഡാമേജ് വരികയോ അല്ലെങ്കിൽ ഒരു പക്ഷേ മരണപ്പെടാൻ വളരെ സാധ്യത ഉള്ള തരത്തിലുള്ള പഞ്ചാണ് അദ്ദേഹം ചെയ്തത്. ആ ഒരു പഞ്ച് ഒരിക്കലും ഒരു ശത്രുവിനോട് പോലും ഒരാൾ ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ
നമുക്ക് വേദനിപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ ഒരു വർഷങ്ങളായിട്ട് ശത്രുവായിട്ടുള്ള ഒരാളോട് പോലും ചെയ്യാത്തൊരു ക്രൂരത ഒരാൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്ത് മാനസിക നിലയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു സെലക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സൈക്കോളജിക്കൽ ടെസ്റ്റാണ് അവിടെ നടന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഒരു സുഹൃത്താണെന്ന് പറയുന്നു, എന്നെ നല്ല സുഹൃത്താണെന്ന് പറയുന്നു, ആ സുഹൃത്തിനോടൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു വേദന നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഒരു സത്യത്തിൽ ആ ഒരു ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞൊക്കെ കേട്ടല്ലോ. എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പോലീസിൽ സെലക്ഷൻ കിട്ടിയിട്ട് പുള്ളിക്കാരൻ അവിടെ പോയി ഈ വെയിലത്തൊക്കെ നിന്ന് എക്സസൈസ് ചെയ്യണ്ടല്ലേ, അങ്ങനെ നിൽക്കുകയും ഇവർ കഠിനമായ എക്സസൈസ് ആണല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉടനെ. അപ്പോൾ പുള്ളിക്ക് അതൊന്നും താങ്ങാൻ പറ്റാതെ എക്സസൈസ് വെയിലടിച്ചിട്ടോ എങ്ങനെയോ പുള്ളി നേരെ മുഖം അടിച്ച് താടിയെല്ലാം മുൻവശത്തെ പല്ലടിച്ച് ഇങ്ങനെ നിലത്തോട്ട് പൊത്തോന്നും പറഞ്ഞ് അങ്ങ് വീണു. അപ്പോൾ ഈ 2 താടിയെല്ലിനാണ് പ്രശ്നം ഉണ്ടായത്. ഈ താടിയെല്ലിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നീട് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് പോയത് ഇന്നത്തെ കാലത്ത് എനിക്കറിയില്ല, കുറേ വർഷം മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. ഈ 2 മുകളിലത്തെയും താഴത്തെയും താടിയെല്ല് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് ഒരു കമ്പി പോലെ ഇട്ട് കൂട്ടിക്കെട്ടുക ചെയ്തേ. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നല്ല രീതിക്കുള്ള ഒന്നുമില്ല, ലിക്വിഡായിട്ട് ജ്യൂസ് മാത്രമേ കുടിക്കാവുള്ളൂ. ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി 3 മാസം ഈ സംഭവം ഇട്ടിട്ട് ഈ ലിക്വിഡായ മാത്രം ജ്യൂസ് മാത്രം എല്ലാം ജ്യൂസായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. ചോറൊക്കെ അരച്ച് മിക്സിയിൽ അരച്ച് ജ്യൂസായിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. അവസാനം പുള്ളി മെലിഞ്ഞ് ഒരു പരുവായി. കാരണം ഫുഡ് എന്ത് കഴിക്കാനാ? അങ്ങനെയാണ്. ഇപ്പം ഏകദേശം അതുപോലെ എന്തോ ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലം പുരോഗമിച്ചപ്പോൾ അതിൻ്റെ മാറ്റം കാണും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ പുറത്താകും. ഒന്നത്. രണ്ടാമത് ഇവർ സുഹൃത്തുക്കളാണ്. മൂന്നാമത് ഇത്രയും ആ ഫുൾ പവറിൽ ആ സമയത്ത് ഇത്ര വയലൻ്റ് ആയിട്ട് ആ ഉള്ള പവർ കിക്ക് ചാമ്പ്യൻ്റെ ആ ഒരു ചാമ്പ്യനായിട്ടുള്ള ഇടിയൊക്കെ വേണമായിരുന്നു. എന്നേക്കുമായിട്ട് ആ സിജോയ്ക്കൊരു എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ഒരു പരിക്കുകളും ചെവിയുടെ വേദന, കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെയൊക്കെ ബാധിച്ചു കൊടുക്കല്ല. ചുമ്മാ ഒരു ഇടി കിട്ടുന്നല്ലേ. ശരിക്കും ഇടി കിട്ടിയാൽ ചെവിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ചെവിയുടെ ഈ ഡ്രമ്മിനെയൊക്കെ ബാധിച്ചു തുടങ്ങാം എന്നൊക്കെ പറയുന്നത്. വേണ്ടായിരുന്നല്ലേ, കുറച്ചൊരു ആത്മനിയന്ത്രണം റോക്കിക്കാകായിരുന്നു. നമ്മളിനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. എന്താണേലും സിജോ ഇങ്ങേര് പറയുന്ന പോലെ ഈസ്റ്റർ ആകുമ്പോഴത്തേനും സിജോയെ അവിടെ കാണട്ടെ. അത് തന്നെയല്ല, വളരെ പ്രതീക്ഷയോടുകൂടി നന്നായിട്ട് കളിക്കാൻ വന്നാണ് സിജോ. ഇന്നലെ ബിഗ് ബോസ് പറയുമ്പോഴത്തേന് അയ്യോ ഞാനെങ്ങാനും പുറത്ത് പോകേണ്ടി വരുമോ, അയ്യോ ദൈവമേ എന്നുള്ള രീതി ആ മുഖത്ത് വന്നായിരുന്നു. കേട്ടിരുന്നാൽ നമുക്കും തോന്നിയായിരുന്നു അയ്യോ എങ്ങാനും അങ്ങനെ പറയുമോ എന്ന്. കാരണം പണ്ട് റിനോഷിനെ സുഖമില്ല പുറത്തു വിട്ടിട്ട് ഓരോ ദിവസവും കഴിയുമ്പോൾ റിനോഷ് വരും എന്ന് പറഞ്ഞ് ചുമ്മാ ന്യൂസ് അടിച്ച് എല്ലാവരും ഇറക്കും. അവസാനം എന്തുണ്ടായി? വരികയില്ല എന്നുള്ള രീതി വന്നു. ഈ ഒരു കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സിജോ എത്ര ആഗ്രഹിച്ച് വന്നാണ്. മറ്റൊരാൾ മുഖേന പുള്ളിയുടെ ആ ഒരു ആഗ്രഹത്തിന് ഒരു വിലങ്ങുതടി ഉണ്ടാവാതിരിക്കട്ടെ. ഏതായാലും വരട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.